ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ്. ഈ ഇറച്ചിക്കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലിടുന്ന മസാലയാണ്, ഗരം മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക, അതുപോലെ ജീരകം, പെരുംജീരകം, കുരുമുളക്, പട്ട, ജാതിക്ക, പിന്നെ കറുവാപ്പട്ടയുടെ ഇല, സർവ്വസുഗന്ധിയുടെ ഇല ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കുറച്ച് വേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമ്മളിവിടെ നന്നായിട്ട് വറുത്ത് പൊടിയാക്കി എടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഇതിലോട്ട് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഞാനിവിടെ വെള്ള കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്, ഒരു 6 എടുത്തിട്ടുണ്ട്. എരിവനുസരിച്ച് എടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ ഉലുവ, ഒരു 2-3 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള കറിവേപ്പില. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുറച്ചധികം എടുക്കുന്നതാണ് നല്ലത്. കൂടുതൽ എടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വഴറ്റാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മസാലയൊക്കെ നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ല തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല മണമായിരിക്കും നമ്മൾ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മളിവിടെ 2 വലിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ കുക്കർ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ സവോളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് കുറച്ച് വേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് എന്നിവയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയുടെ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സിമ്മൊന്ന് കുറച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ബീഫിലേക്കാകുമ്പോൾ കുറച്ചധികം മല്ലിപ്പൊടി ചേർക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത്. ഈ മിക്സ് ഇപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ
കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ മാത്രമേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വയ്ക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം. പിന്നീട് 2 വിസിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പും മുളകൊക്കെ ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം വീണ്ടും ഒരു 2 വിസിൽ കൂടി ഇട്ട് നോക്കാം. അപ്പോഴേക്കും ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. ചില ബീഫിന് കുറച്ച് വേവ് കൂടുതലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വിസിൽ വരുത്താനായിട്ട്. 1 വിസിൽ വന്നാൽ ഉടനെ തീ കുറച്ച് വെക്കണം. ചെറിയ തീയിൽ വേവിച്ചെടുത്താലാണ് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു 2 വിസിൽ കൂടി. ഇതിൽ ഉപ്പും മസാലയൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 വിസിൽ വരുമ്പോഴേക്കും ഇത് ചാറൊന്ന് കുറുകി വരും. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ ചാറൊക്കെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയും അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.